ഹലോ, ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കാര്യമായിട്ടൊന്നുമില്ല. ഏത്തപ്പഴം നുറുക്കിയിട്ട് നെയ്യിലിട്ട് വറുത്തെടുത്തു. അതാണ് നമ്മൾ രാവിലെ കഴിച്ചത്. അതിന് ശേഷം ഉച്ചത്തേക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ പാക്കാക്കി കൊടുത്തു വിട്ടു. അപ്പോഴേക്കും നമ്മുടെ മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. കൊഴുവ മേടിച്ചു. അത് വെട്ടി തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് ഇവിടെ അമ്മ. അപ്പോൾ ഇന്ന് കൊഴുവ വറുക്കുകയാണ് ചെയ്യണത്. അതിന് കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഉപ്പ്, ഇഞ്ചി, വേപ്പില ഇതെല്ലാം കൂടി ഒരു കുഞ്ഞ് മിക്സിൻ്റെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഒരു തവണ അടിച്ചു. അതിനുശേഷം നമ്മൾ രണ്ടാമത് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് രണ്ടാമതും അരച്ചെടുത്തു. അപ്പോഴാണ് കറക്റ്റ് അരപ്പായിട്ട് നമുക്ക് കിട്ടിയത്. നമ്മൾ എന്ത് മീൻ മേടിച്ചാലും കുറച്ച് വറുക്കുകയും കുറച്ച് കറി വയ്ക്കുകയാണ് ചെയ്യണത്. പക്ഷേ ഇന്നിപ്പോൾ മടിയായി, വറുത്താൽ മാത്രം മതി എന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് കൊഴുവ വറുക്കണ മാത്രമേ ഉള്ളൂ. അപ്പോൾ അരപ്പൊക്കെ കറക്റ്റായിട്ട് കിട്ടി. ഇനി നമുക്ക് ഇത് മൊത്തം കൊഴുവയിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് മുഴുവൻ നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം അടച്ച് നമുക്കൊരു മൂലയിലേക്ക് മാറ്റി വെക്കാം. അരമണിക്കൂറോളം അരപ്പ് പിടിക്കാനുള്ള സമയം കൊടുക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അരമണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് ചൂടാക്കാൻ വെച്ച് കൊടുക്കാം. നല്ലപോലെ ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളച്ച ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ പുരട്ടി വെച്ച കൊഴുവയില്ലേ, അത് നമുക്കിനി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നല്ലപോലെ വെളിച്ചെണ്ണ തിളച്ച് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് കൊഴുവയും കൂടി ഇട്ട് കൊടുത്തു. കൊഴുവ അവിടെ നിന്ന് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു കുഞ്ഞ് സാലഡ് പോലെ ഉണ്ടാക്കാം. അതിനുവേണ്ടി സവോളയും പച്ചമുളകും എടുക്കണം. അത് നല്ലപോലെ കഴുകി തൊലി പൊളിച്ച് ഇതുപോലെ നുറുക്കി കൊടുക്കാം സവോള. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന ഈ സാലഡ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇതിലും എനിക്ക് ഇഷ്ടമുള്ള സാലഡ് എന്ന് പറയുന്നത് തൈരും തക്കാളി കുക്കുംബർ ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടൊരു സാലഡ് ഉണ്ടാക്കത്തില്ലേ, ആ സാലഡാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇത് കഴിക്കും, എന്നാൽ അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മൾ നുറുക്കി വെച്ച സവോള ഇതുപോലെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് വരുമോ സവോള. ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരും കൂടി ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പച്ചമുളക് നുറുക്കി അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്നും കൂടി നന്നായിട്ട് തിരുമ്മിയെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഒരു കുഞ്ഞ് സാലഡ്, കുഞ്ഞിനല്ല സിമ്പിളായിട്ടുള്ളൊരു സാലഡ് റെഡിയായി. നമുക്കിനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മുടെ കൊഴുവ ഇവിടെ നന്നായിട്ടായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. കൊഴുവ വറുത്തത് ഒരു റൗണ്ട് വറുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി ഒരു റൗണ്ടും കൂടി വറുക്കാനുള്ള കൊഴുവയുണ്ട്. ഇത് വറുത്തുകോരി മാറ്റിയിട്ട് വേണം അത് നമുക്കിടാൻ. അപ്പോൾ ഇത് നമ്മൾ വറുത്തുകോരി എടുത്തു. ഇത്ര ഇട്ടുള്ളൂ കേട്ടോ വറുത്ത് വന്നപ്പോൾ. നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് കൊഴുവ ഇട്ട് കൊടുത്തേ. അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഇടിച്ച വെളുത്തുള്ളിയും വേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ കൊഴുവയൊക്കെ മുരിഞ്ഞ് അത് നമ്മൾ പ്ലേറ്റിലാക്കി. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഭക്ഷണം കഴിക്കാം. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ വാവ ഇവിടെ കളിച്ചുകൊണ്ട് ഇപ്പോണ്ടേ ഫുള്ള് കുരുത്തക്കേടാം. വാവയുടെ ഒരു സൗണ്ട് കേൾപ്പിച്ചതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്കാറുണ്ട് കേട്ടോ. എന്തിനാണ് ഇങ്ങനെ ആക്കണേന്ന് നമുക്കറിയത്തില്ല. ഇങ്ങനെ നമ്മുടെ അടുത്ത് സൗണ്ട് ആക്കുമ്പോൾ നമ്മളും തിരിച്ചങ്ങോട്ട് സൗണ്ട് ആക്കാറുണ്ട്. അപ്പോൾ അതിലും വലുതായിട്ട് സൗണ്ട് ഉണ്ടാക്കി കാണിക്കും. അപ്പോൾ അതേ ബോക്കറിലിരുന്ന് കളിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു വാവയ്ക്ക് ഇത്തിരി ചോറും ക്യാരറ്റും കൂടി മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കാമെന്ന്. അതിലേക്ക് ഇത്തിരി നെയ്യും കൂടി ഇട്ട് നമ്മളത് വാവയ്ക്ക് കൊടുത്തേ. അതിനുശേഷം നമ്മൾ രാത്രിയായപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോകണമായിരുന്നു. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റ് എത്തി. അവിടെ നിന്ന് ഇതുപോലത്തെ സ്മൂത്തിയൊക്കെ മേടിച്ചിട്ട്, ഇത് 10 രൂപയുള്ള 2 മേടിച്ച് ഞാനിത്. പിന്നെ പനീർ ഉണ്ടാകാൻ നോക്കിയതാണ്. അവിടുത്തെ ഇരിക്കണ പനീർ ഞാൻ ഉദ്ദേശിച്ചായിരുന്നില്ല, അതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല. പിന്നെ നമ്മൾ അപ്പത്തിൻ്റെ മാവ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇതുപോലത്തെ 10ൻ്റെ പാക്കറ്റിൽ സൂപ്പ് വാങ്ങാൻ കിട്ടും. നമ്മളതും ഇടയ്ക്കിടയ്ക്ക് മേടിക്കാറുള്ളതാണ് കേട്ടോ. കുറച്ച് സാധനങ്ങളെ വാങ്ങാറുള്ളൂ, എന്നാലും നമ്മൾ സൂപ്പർ മാർക്കറ്റ് മൊത്തം ചുറ്റിക്കറങ്ങി നടക്കുവേ. ബുധനാഴ്ച ദിവസങ്ങളിലാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഉണ്ടാവാറുള്ളത്. ആ ദിവസം നമ്മൾ പോവാറുണ്ട്, അല്ലാത്ത ദിവസം പോവാറുണ്ട്. നേരത്തേക്ക് എല്ലാ ദിവസവും പോവാറുണ്ട്. ഇതുപോലത്തെ എന്തെങ്കിലും അലുക്കുലുക്ക് സാധനങ്ങൾ കിട്ടും, അത് വാങ്ങാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്